അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ശഅബാനിന്റെ 19ാമത്തെ രാവിലേക്ക് നമ്മൾ കടന്നു. നാളെ 19ാമത്തെ പകലാണ്. ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ വിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ നമ്മളോട് വിട പറയുന്നു. പിന്നെ അവസാനത്തെ 10ലേക്ക് നമ്മൾ കടക്കുന്നു. റമദാൻ, വിശുദ്ധമായ റമദാൻ, പുണ്യ റമദാൻ, പവിത്രതകളേറെയുള്ള റമദാൻ, പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ നമ്മളിലേക്ക് വരാൻ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. അൽഹംദുലില്ലാഹ്, പടച്ചവനെ ഞങ്ങളെല്ലാവരെയും ആഫിയത്തോടെ ആരോഗ്യത്തോടെ റമദാനിലേക്ക് എത്തിക്കണേ റബ്ബേ. റമദാനിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ആഫിയത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ഓർമ്മശക്തിയോടുകൂടി ചെയ്യാനുള്ള അവസരം തരണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ഈ ദിവസം ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളൊക്കെ നമുക്ക് ചൊല്ലി എല്ലാ കാര്യവും ഇന്നത്തെ മജ്ലിസൊക്കെ ഓരോ ദിവസവും മജ്ലിസിൽ പ്രത്യേകമായി ദുആരക്കാൻ ഒരുപാട് പേര് ഏൽപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ നമ്മൾ ദുആയിൽ ഉൾപ്പെടുത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ ഒന്നിച്ച് ദുആരക്കുകയാണ്. ആരുടെയും പേരൊന്നും സെപ്പറേറ്റ് ആയി നമ്മൾ എടുത്തു പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ ദുആരക്കാൻ ഒരുപാട് പേര് ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ദുആരക്കും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ പുണ്യമായ ഒരു ഇസ്മ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ മജ്ലിസിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. അസ്മാഉൽ ഹുസ്നയിലെ അല്ലാഹുവിന്റെ ഇസ്മുകളിൽ വളരെ പ്രാധാന്യമുള്ളതും അതോടൊപ്പം തന്നെ ഇസ്മുൽ ആദമാണെന്ന് അഭിപ്രായമുള്ളതുമായ പുണ്യമായ ഒരു ഇസ്മുണ്ട്. ആ ഇസ്മു നമുക്കൊന്ന് പറഞ്ഞാൽ 2 ഇസ്മുകൾ ചേർത്ത് നമ്മൾ ബറാഅത്ത് രാവിലേക്ക് ഒരുപാട് കണ്ട് പറഞ്ഞിരുന്നു. ആ ഇസ്മുകൾ ഇൻഷാ അല്ലാഹ് അത് നമുക്കൊന്ന് പറഞ്ഞാലോ? യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആ ദുആ ഉണ്ടല്ലോ, നമ്മുടെ എല്ലാ ദുആകളിലും ഉൾപ്പെടുത്തണം കേട്ടോ. അത് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു മാത്രം. കാരണം നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നു, നോമ്പ് പിടിക്കുന്നു, നിസ്കരിക്കുന്നു. അപ്പോൾ അതിനൊക്കെ ശേഷം എല്ലാ നല്ല കാര്യങ്ങൾക്ക് ശേഷവും ഈ ഒരു ദുആ നമ്മൾ അധികരിപ്പിക്കാൻ വിട്ടുപോകണ്ട. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു ദുആ ഇപ്പൊ തന്നെ ഒന്ന് പറഞ്ഞാലോ?
നമ്മൾ ചെയ്യുന്ന എല്ലാ അമലും, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ദിക്റിൻ്റെ മജ്ലിസിലാണുള്ളത്, നമുക്ക് ഈ ദുആ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ബാക്കി ദിക്റിലേക്ക് കിടക്കാം. ഒരുപാട് നേട്ടങ്ങളുള്ള ദുആ, ഇബ്രാഹിം നബിയുടെ ദുആയാണിത്. അല്ലാഹു തആല ഇബ്രാഹിം നബിയോടൊപ്പം സ്വർഗ്ഗത്തിൽ കിടക്കാൻ നമുക്ക് അവസരം തരട്ടെ, ആമീൻ. പറഞ്ഞോ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. നമുക്ക് തിബ്ബു സ്വലാത്ത് ഒന്ന് ചൊല്ലിയാലോ? തിബ്ബു സ്വലാത്ത് എല്ലാവരും ഒന്ന് ചൊല്ലിക്കോ. ചൊല്ലുന്ന സമയത്ത് നമ്മുടെ രോഗങ്ങൾ ഉണ്ടാകും, പ്രയാസ പ്രതിസന്ധികൾ, അതെല്ലാം അല്ലാഹുവേ നീ മാറ്റിത്തരണമെന്ന് മനസ്സിൽ നല്ല നിയ്യത്ത് വെച്ചിട്ട് തിബ്ബു സ്വലാത്ത് കുറച്ചു വട്ടം ചൊല്ലി നമുക്ക് ബാക്കി ദിക്റിലേക്ക് കിടക്കാം. എല്ലാവരും ചൊല്ലിക്കോ, ഒന്ന് ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സ്വാരി വദിയാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان
الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. പുണ്യമായ സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട മാസമാണല്ലോ വിശുദ്ധമായ ഈ ശഅബാൻ മാസം. നമുക്ക് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിലുള്ള ഒരു സ്വലാത്ത് പറഞ്ഞാലോ? അള്ളാഹു തആല ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ച് തരട്ടെ, വിഷമ പ്രയാസങ്ങൾ മാറ്റി തരട്ടെ. ചൊല്ലിക്കോ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള 4 വാക്കുകളുണ്ട്. ഈ 4 വാക്കുകൾ അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണെന്ന് മാത്രമല്ല, ഇത് വിശുദ്ധമായ ഖുർആനിലുള്ള വാക്കുകൾ തന്നെയാണ്. എന്നാൽ ഖുർആനിന് ശേഷം ഏറ്റവും കൂടുതൽ പുണ്യമുള്ള ഒരു 4 വാചകങ്ങളാണ്, 4 വാക്കുകളാണ്. ഏതൊക്കെയാണ്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അപ്പോൾ ഈ 4 വാക്കുകളും ചേർത്ത് നമുക്ക് പറയാം. എങ്ങനെ? ഒരുപാട് നേട്ടങ്ങളുള്ള ഈ ഒരു ദിക്ർ നമ്മുടെ ഈ ദിക്റിന്റെ മജ്ലിസിൽ മാത്രമല്ല, ഇതല്ലാത്ത സമയത്തും എൻ്റെ ഉമ്മമാരും വാപ്പമാരൊക്കെ ഇത് ഒരുപാട് കണ്ട് പറയണം. ഇത് നമ്മൾ ദുനിയാവിൽ വെച്ച് പറഞ്ഞാൽ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരു വൃക്ഷം നടപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണുന്നത്. ചൊല്ലിക്കോ, ഒരുപാട് നേട്ടങ്ങളുണ്ട്. അല്ലാഹു തആല മുഴുവൻ പുണ്യങ്ങളും നമുക്ക് തരട്ടെ. ചൊല്ലിക്കോ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 പരിശുദ്ധമായ ദിക്റിന്റെ മജ്ലിസിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ദിക്ർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പുണ്യമായ ആ ഒരു ദിക്റാണ്, അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് മരിക്കുന്ന സമയത്തും പടച്ചോനെ ഈ ദിക്ർ എൻ്റെ നാവിൻ തുമ്പിൽ ഇങ്ങനെ വരണം എന്ന് മനസ്സിൽ കരുതി നല്ലവണ്ണം ഇൻഷാ അല്ലാഹ് മനസ്സിൽ ഉറപ്പിച്ച് ഈ ദിക്ർ പറഞ്ഞോട്ടോ. അല്ലാഹു തആല മരിക്കുന്ന സമയത്ത് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സിൽ തട്ടിപ്പറഞ്ഞ് മരണപ്പെടാനുള്ള മഹാസൗഭാഗ്യം തരട്ടെ. ചൊല്ലിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
لا إله إلا الله 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 അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇന്നത്തെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അനവധി ആളുകൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും. പ്രത്യേകിച്ച് കമന്റിലൂടെയൊക്കെ ദുആ വസിയത്ത് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ മൊത്തത്തിൽ ദുആരക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് സൂറത്തുൽ ഫാത്തിഹ ഇഖ്ലാസ് ഒക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം. إلى حضرة نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير والفضل كلهم أجمعين وإلى حضرات من ماتوا منا يا رب العالمين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ നമ്മൾ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ പോകുന്നു. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയട്ടോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അർഹമുർ റഹീമീനായ കരുണയുള്ള രാജാതിരാജനായ റഹ്മാനെ പടച്ച റബ്ബേ, ഞങ്ങൾ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ അബദ്ധങ്ങളും എല്ലാ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, ഞങ്ങളുടെ ഭർത്താക്കന്മാര്, കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവര് എല്ലാവരുടെയും ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ, സമാധാനത്തിലാക്കണേ അല്ലാ, ഐശ്വര്യത്തിലാക്കണേ അല്ലാ. പുതിയാപ്പിള ഉറങ്ങുന്നത് പോലെ, പുതുപ്പെണ്ണ് ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കൊള്ളാൻ മലക്കുകൾ പറയുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ അവരെയും, നാളെ ഞങ്ങളുമൊക്കെ മരിച്ചു പോവേണ്ടവരാണ്, ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഈമാൻ തരണേ അല്ലാ, ഇഖ്ലാസ് തരണേ അല്ലാ, തഖ്വ തരണേ അല്ലാ. അല്ലാഹുവേ, തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാനുള്ള നല്ല ബോധം തരണേ അല്ലാ.
അല്ലാ. നന്മകൾ അധികമായി ചെയ്യാനുള്ള അവസരം തരണേ അല്ലാ. പരിശുദ്ധമായ പരിപാവനമായ വിശുദ്ധമായ റജബ് മാസമൊക്കെ കടന്നുപോയി. ഞങ്ങളിപ്പോൾ ഉള്ളത് വിശുദ്ധമായ പുണ്യങ്ങളേറെ നിറഞ്ഞ ശഅബാൻ മാസത്തിലാണ്. റബ്ബേ, ശഅബാൻ മാസത്തിന്റെ ഓരോ ദിനരാത്രങ്ങളും ഇങ്ങനെ കടന്നു പോകുന്നു. ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ദിക്റിന്റെ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖുർആൻ പാരായണം, ഞങ്ങളുടെ നോമ്പുകൾ, റഹ്മാനെ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ മജ്ലിസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നീ കബൂലാക്കി അനുഗ്രഹിക്കണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും ഉള്ളവരാണ് ഞങ്ങൾ ഓരോരുത്തരും. എല്ലാ പ്രയാസ പ്രതിസന്ധികളും എന്തൊക്കെയാണെന്ന് നിനക്കറിയാം. നീ മാറ്റി എല്ലാവിധ ഖൈറും തരണേ അല്ലാ. ജീവിതത്തിൽ ബറക്കത്തും സലാമത്തും തരണേ അല്ലാ. ഐശ്വര്യം തരണേ അല്ലാ. അല്ലാഹുവേ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാര് സഹോദരങ്ങൾ, ഖൈറായ ഇണകൾ അവർക്ക് നീ കൊടുക്കണേ അല്ലാ. കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്നവർ, ഖൈറായ മക്കളെ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, വീട് പണി നടക്കുന്നവരുണ്ട്, വീട് പണി എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. സ്വന്തമായി വീടില്ലാത്തവരുണ്ട്, നല്ല വീട് കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവരുണ്ട്, ജോലി കൊടുക്കണേ അല്ലാ. ആരോഗ്യമില്ലാത്തവരുണ്ട്, അല്ലാഹുവേ, ഞങ്ങൾക്ക് ആരോഗ്യം തരണേ അല്ലാ. ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ തരണേ അല്ലാ. അല്ലാഹുവേ, കമന്റിലൂടെയും അല്ലാതെ നേരിട്ടും ഫോൺ വിളിച്ചും അല്ലാതെയൊക്കെ ദുആ വസിയത്ത് പറയുന്ന നൂറ് സഹോദരി സഹോദരന്മാർ, റഹ്മാനെ, അവരുടെ പ്രയാസ പ്രതിസന്ധികൾ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ തരണേ അല്ലാ. അല്ലാഹുവേ, മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗങ്ങൾ തന്ന് നീ പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ക്യാൻസർ രോഗം തരല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ വയറിന്റെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, പല അസുഖങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. നീ കാക്കണേ അല്ലാ. എപ്പോഴാണെങ്കിലും ഞങ്ങൾ മരിക്കുന്ന സമയത്ത് റബ്ബേ, ആരോടും വെറുപ്പില്ലാതെ നിന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് റഹ്മാനെ ഒരുപാട് അമലുകൾ ചെയ്ത് എല്ലാവരോടും സലാം പറഞ്ഞ് എല്ലാവരോടും പൊരുത്തം ചോദിച്ച് കെലിമ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിന്റെ പ്രതിഫലം കിട്ടുന്ന നല്ല മരണം തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളിൽ ഒരുപാട് പേർക്ക് കടങ്ങളുണ്ട്. കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി തുറന്നു തരണേ റഹ്മാനെ. പരിശുദ്ധമായ ശഅബാൻ, ഈ ശഅബാനിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് തരണേ അല്ലാ. റമളാൻ മാസത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണേ റബ്ബേ. റമളാനിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരം തരണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. അഭിമാനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ ആമീൻ പറയുന്ന സഹോദരിമാര്, ഉമ്മമാര്, സഹോദരങ്ങൾ, ഞങ്ങൾക്കെല്ലാം ഒരുപാട് വിഷമ പ്രയാസങ്ങളുണ്ട്. എല്ലാം നീ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഹലാലായ മുറാദുകളുണ്ട്. നീ ഹാസിലാക്കി തരണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. തട്ടിക്കളയല്ലേ റഹ്മാനെ. മുത്തായ ഹബീബിനെ സ്വപ്നം കാണാനുള്ള അവസരം തരണേ അല്ലാ. ഈ മാസം ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ നീ കബൂലാക്കണേ അല്ലാ. ഈ വർഷം ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്നവർ, ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും ഖൈറായ സമയത്ത് ആ പുണ്യമായ മക്കയിലും മദീനയിലും ചെല്ലാൻ, നല്ലപോലെ ഇബാദത്ത് എടുക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കള് എക്സാമുകൾ വരികയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് നല്ലപോലെ പഠിക്കാനും ആ മക്കൾ എഴുതുന്ന പരീക്ഷകളിൽ ഉന്നതമായ മാർക്കോടുകൂടി പാസ്സാവാനുള്ള തൗഫീക്ക് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെയെല്ലാം സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. സ്വാലിഹാത്തുകളാക്കി വളർത്തണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ. പരിശുദ്ധമായ ശഅബാനിന്റെ സുന്ദരമായ ദിനരാത്രങ്ങളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളെല്ലാവരെയും നീ ഖബൂലിയത്ത് ഉള്ളവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, നമ്മുടെ മജ്ലിസ് തൽക്കാലം നമ്മൾ നിർത്തുന്നു. നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലിയതും പറഞ്ഞതും എന്തെല്ലാം കാര്യങ്ങളുണ്ടോ എല്ലാത്തിനും അല്ലാഹു തആല ഒരുപാട് പ്രതിഫലങ്ങൾ നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു തആല പരിഹാരം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നാളെ കാണാം. ശരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.